ഡൽഹി വരെ പോയതിൻ്റെ ബാക്കി പത്രമായിട്ട് കയ്യിൽ അവശേഷിച്ചത് 10,000 രൂപയ്ക്ക് എന്തൊക്കെയോ വാരിക്കൂട്ടിയ കുറച്ച് ബാഗ്, കമ്മൽ, അതുപോലെ തന്നെ ഒരു മാല. എന്തിനധികം പറയുന്നു, വിലപേശി 1200 രൂപ പറഞ്ഞ സാധനത്ത് 250 രൂപയിലൊക്കെ നമ്മൾ പേശി തുടങ്ങുമ്പം സ്വയം തോന്നുന്ന ആ ഒരു ഗമയില്ലേ, അതൊക്കെ ശരിക്കും ഫീൽ ചെയ്തത് ഇത്തവണത്തെ ജൻപത്തിലെ ആ ഒരു ഷോപ്പിങ്ങിന് ശേഷമായിരുന്നു. നേരെ നമ്മൾ പോയത് ആദ്യം കണ്ടത് വാരിയെടുക്കാം എന്ന് പറഞ്ഞപ്പോഴാണ് എൻ്റെ കൂടെയുള്ള ഐശ്വര്യ പറഞ്ഞത്, കുറച്ചും കൂടി അങ്ങോട്ട് അന്വേഷിച്ച് ചോദിച്ച് പേശി തപ്പി ചെന്നിട്ടുണ്ടെങ്കിൽ അടിപൊളി സാധനങ്ങൾ കിട്ടും അത്രേ. 100 രൂപയ്ക്ക് വരെ, അതായത് നമ്മുടെ നാട്ടിൽ 250, 300, 400 രൂപ വരെ വില പറയുന്ന കമ്മലൊക്കെ 100 രൂപയ്ക്ക് കിട്ടിയിട്ടും അതിൽ നിന്ന് വീണ്ടും 10 രൂപ കുറയ്ക്കാനായിട്ട് ഞാൻ ശ്രമിച്ചപ്പോൾ അത് വേണ്ടായിരുന്നു എന്നെനിക്ക് സ്വയം തോന്നിപ്പോയിട്ടോ. എങ്കിലും 3 എടുത്തതല്ലേ ചേട്ടാ, ഒരു 20 രൂപയെങ്കിലും കുറയ്ക്കുമെന്ന് പറയാനുള്ള മനസ്സ് ഞാനത് ലാസ്റ്റും കാണിച്ചിരുന്നു. യാതൊരു രീതിയിലുള്ള ഗ്യാരണ്ടി ഇല്ലെങ്കിലും കാണാൻ നല്ല ഭംഗിയുള്ള ഒരുപാട് ബാഗ്സും ഞാനവിടെ കണ്ടു. എന്തിന്, തീപ്പെട്ടി മാത്രം ഇടാനായിട്ട് സ്ഥലം കൊള്ളുന്ന ഈ ബാഗിന് വരെ 1500 രൂപ വില പറഞ്ഞു അവർ. പക്ഷെ പേശി ഞാൻ ചെറിയൊരു ബാഗ് വാങ്ങിച്ചു കേട്ടോ. അതായത് 1400 രൂപ പറഞ്ഞ ഈ ബാഗിന് ഞാൻ ഏകദേശം ഒരു 600 രൂപ കൊടുത്തിട്ട് വാങ്ങിച്ചു. ഈ കമ്മൽ ഇതിനു മുമ്പുള്ള റീൽസിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ. ഏകദേശം 2200 രൂപ വില പറഞ്ഞത് 1000 രൂപ കുറച്ച് 1200 രൂപയ്ക്ക് ഞാൻ വാങ്ങിച്ചിട്ടുണ്ട്. സംഭവം ഈ കാണുന്ന മാലയൊക്കെ കാണാൻ അടിപൊളിയാണെങ്കിലും ഒറിജിനൽ ക്രിസ്റ്റൽസ് ആയതുകൊണ്ട് സ്റ്റാർട്ടിങ് തന്നെ 5000 രൂപയായിരുന്നു. അതുകൊണ്ട് കടയിൽ കയറാൻ പോലും നിന്നിൽ ഇറങ്ങിപ്പോന്നു. ഈ ബാഗ് അതിലും അടിപൊളിയാണെങ്കിലും ഓൾറെഡി വാങ്ങിച്ചതുകൊണ്ട് പിന്നെ അധികം മൈൻഡ് ചെയ്യാനായിട്ട് നിന്നില്ല. ആ സാധനം ഞാൻ സ്വന്തമാക്കിയിരുന്നു കേട്ടോ.